നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ശക്തമായ സിഹർ കാരണം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത് അനുഭവിക്കുന്നവർക്കേ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അതൊരു വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഉയർച്ച നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ കയ്യിൻ്റെ അടുത്ത് എത്തിയിട്ട് വരെ നഷ്ടപ്പെടുന്ന, ഒരിക്കലും അത് നഷ്ടപ്പെടില്ല, അത് നമുക്ക് ലഭിക്കേണ്ടത് തന്നെയാണെന്ന് കരുതിയ കാര്യങ്ങൾ പോലും നഷ്ടപ്പെടുന്നു. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും രക്ഷ ലഭിക്കുന്നില്ല. ഇങ്ങനെ ഒരു വളരെ പ്രയാസകരമായ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെയുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പിന്നിൽ സിഹറാണെന്നോ, ഏതെങ്കിലും ഒരു പനി വരുമ്പോഴേക്കോ തലവേദന വരുമ്പോഴേക്കോ അത് സിഹറാണോ എന്നൊന്നുമല്ല. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഒരു പക്ഷേ സിഹറിൻ്റെ ഒരു തടസ്സം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചില ആളുകളൊക്കെ ഇതേ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 1 മില്യൺ ഒക്കെ കഴിഞ്ഞ 2 മില്യൺ ഒക്കെ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ചില യൂട്യൂബേഴ്സൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരതിന് ബ്ലാക്ക് മാജിക് കൂടോത്രം എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊരു ഫീൽ അവരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാഹു ആലം അവരെന്താ ഉദ്ദേശിച്ചെന്നുള്ള അറിയില്ല. അപ്പോൾ ചില തടസ്സങ്ങൾക്ക് പിന്നിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്, അതാണ് എന്നല്ല. അപ്പോൾ അത്തരം സിഹർ ഇപ്പോൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ബാത്തിലാകാത്തത്, അത് ചിലതൊക്കെ അങ്ങനെയാണ്, നമ്മൾ കുറേ ചെയ്യുമ്പോഴാണ് അത് ബാത്തിലാക്കുക. അപ്പോൾ അങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ സിഹറിൻ്റെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നല്ല പഴക്കം ചെന്നതും ബുദ്ധിമുട്ടുള്ളതും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അമലുകളെ കൊണ്ടോ അല്ലെങ്കിൽ വലിയ അമലുകളെ കൊണ്ടോ ഒന്നും അത് ചിലപ്പോൾ ഒഴിവായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് കരുത്തുള്ളവരാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ വിഷയത്തിലൊക്കെ നമുക്ക് ഇത്തരം അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ആഫത്തുകളും ഇത്തരം സിഹർ ഐന് ശൈത്വാനിയത്തൊക്കെ നമുക്ക് ഫലിക്കാതിരിക്കാൻ നമ്മൾ കരുത്തുള്ളവരാകുക. അതെങ്ങനെ ആരോഗ്യം ഉണ്ടാവുമെന്നല്ല, ആത്മീയമായിട്ട് കരുത്തുള്ളവരാകുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയമായിട്ട് കരുത്തുള്ളവരാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ഒരു ദിവസം നമുക്കൊരു 10-20 മിനിറ്റ് ചിലവഴിക്കേണ്ടി വരൂ. ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഏകദേശം ഒരു 3 കാറ്റഗറിയിൽ പെടുന്ന ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഉള്ള തടസ്സങ്ങൾ ഒഴിവായി പോവുകയും മേലിൽ ഇത്തരം പ്രയാസങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഫലം കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പല ആളുകളും പല സ്ഥലങ്ങളിലും പോയിട്ട് ലക്ഷങ്ങൾ ചിലവഴിച്ചു എന്നാണ് പറയാറുള്ളത്. നമ്മളൊക്കെ ഇവിടെ വരുന്ന പല ആളുകളോടും പറയാറുണ്ട്, നിങ്ങൾ എവിടെയും പോയിട്ട് ലക്ഷങ്ങൾ ചിലവഴിക്കരുതേ. അതിനർത്ഥം ഇവിടേക്ക് വരാനല്ല, ഇവിടേക്ക് അങ്ങനെ വരാനും പറ്റില്ല. ഇവിടെയൊക്കെ കുറേ മാസങ്ങളോളം ബുക്ക് ചെയ്താലേ നമുക്ക് തിരക്കുണ്ടായതുകൊണ്ടാണ് അത് കിട്ടാത്തത്. നമ്മൾ ബോധപൂർവം ഒരാളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒരാളെ എടുക്കുകയോ ചെയ്യുന്നതല്ല. കുറേ പെട്ടെന്ന് ബുക്കിംഗ് ഫുള്ളാവുന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ ആഴ്ച ട്രൈ ചെയ്താൽ കിട്ടില്ല, പിന്നെ കുറേ ട്രൈ ചെയ്യേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമുള്ള ഒരാളും അല്ല, ഞാൻ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ ചൂഷണങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ 80,000, 1,00,000, 50,000 ഒക്കെ ചിലവാക്കിയിട്ട് ചെയ്യുന്നതിനേക്കാളും അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ളതാവില്ല, അത് അവർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ള അമലുകൾ, ചില ഹോമങ്ങൾ, അതേപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ലക്ഷങ്ങൾ പൊടിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ അതില്ലെന്ന്? അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്പിരിച്വലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. എന്താണ് നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവാൻ വേണ്ടി ചെയ്യേണ്ടത്? അതൊരു ചെറിയ രൂപത്തിൽ, അത് വലിയ രൂപത്തിൽ ചെയ്യേണ്ടവർ അത് പ്രത്യേകം ചോദിക്കുക വേണം. ഒരു ചെറിയ രൂപത്തിൽ ഏത് സാധാരണക്കാർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ കണ്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് നീചന്മാർ ചെയ്തു വെക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ ശൈത്വാനീയത്ത്,
ചില എന്താ ദേവികൾ, ചില എന്താ ശക്തികൾ, ചില അദൃശ്യമായ എന്താ പൈശാചിക ശക്തികളെയൊക്കെ സ്വാധീനിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മളല്ല മറ്റുള്ളവർക്ക് വേണ്ടി പലരുമൊക്കെ ചെയ്യുന്ന ചില നീച പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ആഭിചാരം, കൂടോത്രം, ബ്ലാക്ക് മാജിക്, സിഹർ, മാരണം എന്നൊക്കെ പറയൽ. ഇതിനൊരുപാട് പ്രയോഗങ്ങൾ പറയാറുണ്ട്. സ്തംഭനം നൽകുക എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ അപ്പോൾ ഇത് ഫലിക്കുമോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഒരാളുടെ ജീവിതത്തിൽ അത് ഫലിക്കും എന്നുള്ളതാണ്. അത് നന്നായിട്ട് ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നേരിട്ട് കാണാനുള്ള ആളുകൾ വിളിക്കേണ്ട നമ്പർ, പലരും അതിങ്ങനെ ഈ കമൻറ്റിൽ എഴുതി ചോദിക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. വിളിക്കേണ്ട നമ്പർ നമ്മളെപ്പോഴും കാണിക്കാറുണ്ട്. ആ നമ്പറിലാണ് വിളിക്കേണ്ടത്. അപ്പോൾ വിളിച്ചാൽ കിട്ടുമെന്നല്ല പറയുന്നത്, അത് ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത്. ആ വിളിക്കുന്ന സമയത്ത് എന്താ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ബുക്കിംഗ് ഫുള്ളാവും. അപ്പോൾ ആ സമയത്ത് വിളിക്കുന്നവർക്കാണ് ബുക്കിംഗ് കൊടുക്കുക. ചൊവ്വാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ്, ഞായറാഴ്ച വിളിച്ച് ചൊവ്വാഴ്ച വരിക, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ 10 മണിക്കാണ് വിളിക്കേണ്ടത്. ചിലപ്പോൾ ഒരു 10, 11, 12 മണിയാകുമ്പോഴേക്ക് ഫുൾ ബുക്കിംഗ് കഴിയും. ചിലപ്പോൾ നമുക്ക് കോൾ എടുക്കാനൊക്കെ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ അന്നും പിറ്റേ ദിവസമൊക്കെ ബുക്കിംഗ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വിളിക്കുക. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവരെ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. സിഹർ എന്ന് പറഞ്ഞാൽ അത് ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ചില ആളുകളൊക്കെ പറയും ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ, അതില്ലാന്നിട്ട് കരുതിയാൽ പോരെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് അത് അനുഭവിക്കുന്ന ആളുകളോട് ചോദിച്ചാലാണ് അതിൻ്റെ ആ ബുദ്ധിമുട്ടും അതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കൂ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ സിഹർ സംഭവിച്ചിട്ടുണ്ട്. അത് പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതിലാർക്കൊരു സംശയം വേണ്ട. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലൊക്കെ ഈ സിഹർ സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ തെളിവുകൾ നമുക്കുണ്ട്. ലബീദ് ബിൻ അൽ-ആസം എന്ന് പറയുന്ന ജൂതനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അപ്പോൾ അത് ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറ്റിലായിരുന്നു അത് ചെയ്തു വെച്ചത് എന്നും അള്ളാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് മുഖേന വിവരം നൽകി അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അതേപോലെ അലിയാർ തങ്ങളെ ഈ 2 സ്വഹാബികളെ വിട്ട് കിണറ്റിൽ നിന്ന് അത് എടുപ്പിച്ചു, അങ്ങനെ അത് നശിപ്പിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തിനേയും കണ്ണടച്ച് ആക്ഷേപിക്കുക എന്നുള്ളതല്ല.
അപ്പോൾ ഈ കൂടോത്രക്കാർ, മാരണപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിടുകയും അത് എഴുതി കെട്ടുകളായിടുകയും ചെയ്യുന്നു. അപ്പോൾ അവരാരെയാണോ തകർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർക്കാണ് അതിൻ്റെ ഒരു എഫക്റ്റ് അതിലേക്ക് എത്തുക. അപ്പോൾ അയാളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ദുരിതത്തിലാക്കാനാണ് ഇവരിത്തരം മാരണവും ആഭിചാരക്രിയയും കൂടോത്രമൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെ സംഭവിപ്പിക്കാം? അയാളുടെ ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കിയേക്കാം. അതേപോലെ തന്നെ അയാളുടെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അയാൾക്ക് വന്നേക്കാം. അപ്പോൾ സിഹർ ചെയ്ത് കൊല വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ചിലരെ കിടപ്പ് രോഗികളാക്കി മാറ്റുന്നു, ചിലർക്ക് തളർവാദം പിടിപെട്ട പോലെ അവർക്ക് എണീക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നു, ചിലർക്ക് അവരവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ ഭാര്യമാർക്കാണെങ്കിൽ അവരവരുടെ ഭർത്താക്കന്മാരോടോ സ്നേഹമില്ലാത്ത രൂപത്തിലേക്കാക്കുന്നു. അത് ഭാര്യമാരെ സമീപിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക്, ഭർത്താക്കന്മാരെ സമീപിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ദാമ്പത്യ ജീവിതം തകർത്തെറിയുന്നു, കുടുംബബന്ധം ശിഥിലമാക്കുന്നു. സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ കഴിഞ്ഞിരുന്ന എത്രയോ കുടുംബങ്ങൾ പതിയെ പതിയെ അവർ തകർച്ചയിലേക്ക് എത്തുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ ഭാര്യ ഭർത്താക്കളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വിജ്ഞാനമാണ് അവർ പഠിക്കുന്നത് എന്ന് സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറൊക്കെ നോക്കിയാൽ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ഇത് സംഭവിച്ചിട്ടുണ്ട്, നമുക്കും ഇത് സംഭവിച്ചേക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരണം ബാധിച്ചു, ഞാൻ പ്രവർത്തിക്കാത്ത കാര്യം പ്രവർത്തിച്ചു എന്ന് അവിടത്തേക്ക് തോന്നിത്തുടങ്ങി. ഇത് ബുഖാരിയിലെ ഹദീസാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാം ഇതാണ് എന്ന് നമ്മൾ ധരിച്ചേക്കരുത്. പക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിക്ക് പോലും തോന്നുന്നു, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മുത്തുനബി ഇങ്ങനെ മുത്തുനബി ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടായതിൻ്റെ ഒരു ഇതാണത്. അപ്പോൾ ഞാനതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പറഞ്ഞില്ല. ഈ സിഹറിലൊക്കെ നല്ല കഠോരമായ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില മാരണപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഒരു കാരണവശാലും ഒരാൾ ഇറങ്ങാൻ പാടില്ല. നാളെ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്പിരിച്വലി സ്ട്രോങ് ആവുക. അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നോക്കൂ, ഈ സിഹറൊക്കെ സംഭവിപ്പിക്കുന്ന ആളുകൾ അത്തരം മാരണപ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാവും. അവരൊരു വസ്ത്രത്തിലേക്കോ ഒരു കഷ്ണം തുണിയിലേക്കോ ഒക്കെ ചൂണ്ടിയിട്ട് ഇത്തരം പൈശാചിക ശക്തികളെയൊക്കെ സ്വാധീനിച്ച് സേവ ചെയ്ത് ഒരു മന്ത്രം ഉരുവിട്ട് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങ് ആ വസ്ത്രം അങ്ങ് കീറിപ്പോകുന്ന രൂപത്തിലേക്കൊക്കെ ആവും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ആടിൻ്റെയോ ചെമ്മരിയാടിൻ്റെയൊക്കെ വയറ്റിലേക്ക് ചൂണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇഷാറ കാണിക്കുമ്പോഴേക്ക്, ആംഗ്യം കാണിക്കുമ്പോഴേക്ക് ആ വയറങ്ങ് കീറിപ്പിളരുന്നതും, ആംഗ്യം കാണിക്കുമ്പോഴേക്ക് ആ കുടൽമാലൊക്കെ പുറത്ത് ചാടുന്ന രൂപത്തിലേക്കൊക്കെ ഫലിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. അത് ചില അള്ള കൊടുത്ത കഴിവുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്, ചില പൈശാചിക ശക്തികളെ ഉപയോഗപ്പെടുത്തിയിട്ട്. ഇപ്പോൾ നോക്കൂ, പിശാചിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ രക്തധമനികളിലൂടെ പിശാചിൻ്റെ സഞ്ചാരം ഉണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? പൈശാചിക ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണല്ലോ അല്ലേ? അപ്പോൾ ഈ പൈശാചിക ശക്തി നമ്മിലേക്ക് വരാതിരിക്കാനുള്ള ചില ടിപ്സുകളാണ് നമ്മൾ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വഴി മാറിയിട്ടാണ് പിശാച് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ആത്മീയമായിട്ട് നല്ല സ്ട്രോങ് ആയിരുന്നു, നല്ല കരുത്തുള്ളവരായിരുന്നു. അതേപോലെ നല്ല ആത്മീയമായിട്ട് കരുത്തുള്ളവരാകാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സിഹറുമായി ബന്ധപ്പെട്ട് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ മുകളിലുള്ള ഐക്കാർഡിലോ മറ്റൊക്കെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ നമ്മൾ ആത്മീയമായിട്ട് കരുത്തുള്ളവരാകാൻ എന്നാൽ ഇത്തരം പ്രയാസങ്ങളൊന്നും വരില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്ഥിരമായി ചെയ്യാൻ നമുക്ക് പറ്റുന്ന ചില അത്ഭുതകരമായ ചില അമലുകൾ പറയാം. അതിലൊന്നാണ് നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട സൂറത്തുകൾ: ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസ് ഇതൊക്കെ യഥാർത്ഥത്തിൽ മുത്തുനബി തങ്ങളുടെ സിഹറുമായി ബന്ധപ്പെട്ട് ഇറക്കപ്പെട്ട സൂറത്തുകൾ കൂടെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതാറുണ്ട്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിന് പുറമെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട്
ഈ ഫാത്തിഹ, ഇഖ്ലാസ്, ഫലഖ്, നാസ് ഇതൊരു എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരിക്കുക. ഒന്നത്. രണ്ടാമത്തത് നിങ്ങൾ നോക്കൂ, ചില വിറുദുകൾക്കും ചില ദിക്റുകൾക്കും ചില ദുആകൾക്കും മാസ്മരിക ഫലമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പകർത്തിയാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് നമുക്ക് സ്പിരിച്വലി സ്ട്രോങ് ആവാൻ കാരണമാകും. അതിൽ പെട്ടതാണ് ഹദ്ദാദ് റാത്തീബ്, അതേപോലെ തന്നെ വിറുദുൽ ലത്തീഫ്. ഹദ്ദാദ് റാത്തീബും വിറുദുൽ ലത്തീഫൊക്കെ മഹാനരായ അബ്ദുല്ലാഹിബിൻ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ്. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എത്രയോ ദിക്റുകൾ, ദുആകൾ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. വിറുദുൽ ലത്തീഫിലുള്ള ഓരോ ദിക്റുകളെക്കുറിച്ചും ദുആഇനെക്കുറിച്ചും ഒക്കെ മാത്രം വിശദീകരിക്കുന്ന ചില കിതാബുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഓരോ ദിക്റിൻ്റെ ഒരു മഹത്വം ഫലമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായിട്ട് ഓതുന്ന ഒരാൾ, അയാൾക്ക് പുറമെയുള്ള പൈശാചിക ശക്തി ഉൾപ്പെടെയുള്ള ഒന്നും എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിറുദുൽ ലത്തീഫ്, ഹദ്ദാദ് റാത്തീബ് ഇഷാ മഗ്രിബിൻ്റെ ഇഷായിന് ശേഷം ഓതേണ്ടതാണ്. വിറുദുൽ ലത്തീഫ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതാം. ഹദ്ദാദ് നമ്മൾ രാത്രി ഓതുന്നതുകൊണ്ട് ചുരുങ്ങിയത് രാവിലെയെങ്കിലും വിറുദുൽ ലത്തീഫ് പാരായണം ചെയ്യാം. നല്ല എഫക്റ്റ് ഉണ്ടാവാൻ കാരണമാകും. നമ്മുടെ മജ്ലിസിൽ നമ്മൾ എല്ലാ ദിവസവും വിറുദുൽ ലത്തീഫ് ചൊല്ലാറുണ്ട്. നിങ്ങളൊക്കെ പങ്കെടുക്കാറുള്ളവരാണ്. പറ്റുമെങ്കിൽ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മാസം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കെടുത്താൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ചില ദിക്റുകൾ. ഇപ്പോൾ നോക്കൂ, അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ലൗ അൻസൽനാ എന്ന് പറയുന്ന ആയത്ത്, സൂറത്തുൽ ഹശറിൻ്റെ അവസാന ആയത്തുകൾ. അതിൻ്റെ ഒരു മഹത്വം നമുക്കറിയാലോ. മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുക്കും പോലെ ഒരുക്കാൻ കാരണമാകും. വിറുദുൽ ലത്തീഫിലുള്ള മറ്റൊരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ. എന്താണ് അതിൻ്റെ മഹത്വം? മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തെല്ലാം ദിക്റുകളാണെന്നറിയാം. ഇതൊക്കെ ശരിക്കും കണ്ണേറിനൊക്കെ നല്ല എഫക്റ്റുള്ള ദിക്റാണ് ഈ ദിക്ർ. അതൊക്കെ വിറുദുൽ ലത്തീഫിലുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ രാവിലെ പങ്കെടുക്കുക. വളരെ പവർഫുള്ളാണത്. അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്താ ഇതിൻ്റെയൊക്കെ ഒരു മഹത്വം! ഇതൊക്കെ വിറുദുൽ ലത്തീഫിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്ബഅതു ഉശ്ഹിദുക വ ഉശ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക തുടങ്ങിയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദിക്ർ. അതിനെക്കുറിച്ചൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. 4 പ്രാവശ്യം ചൊല്ലിയാലുള്ളൊരു മഹത്വം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ഒക്കെ നല്ല പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഫാത്തിഹ, ഇഖ്ലാസ്, ഫലഖ്, നാസ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഹദ്ദാദ്, വിറുദുൽ ലത്തീഫ് ഇത് ഒഴിവാക്കാതെ പതിവാക്കുക. അശുദ്ധിയുള്ള സമയങ്ങളിൽ പോലും ഓതാൻ പറ്റുന്നതാണ്. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും, തീരെ ഓതാത്തവർ ഒരു തവണ, 2 തവണയൊക്കെ ഓതുന്നവർ, രാവിലെയും വൈകുന്നേരം ഓതുന്നവർ അത് ഉച്ചയ്ക്കും കൂടെ ഓതിയിട്ട് 3 തവണ ആക്കാൻ വേണ്ടി പരിശ്രമിക്കാം. പറ്റുമെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച രാവ് ഏറ്റവും നല്ലതാണ് അസ്മാഉൽ ബദർ പാരായണം ചെയ്യുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹദ്ദാദ് റാത്തീബ്, വിറുദുൽ ലത്തീഫ്, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. അത് പരമാവധി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളതിന് സമയം കണ്ടെത്തണം. ഇപ്പോൾ നോക്കൂ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അവരിലൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. നമ്മൾ ളുഹർ നിസ്കരിക്കുന്നത് അശർ ബാങ്ക് 3:30 നമ്മൾ ളുഹർ നിസ്കരിക്കുന്നത് ഒരു 3:20 3:20 നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ഇരിക്കുമ്പോഴേക്ക് അശർ ബാങ്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ സഹോദരിമാരാണ് ആ നിസ്കാരക്കുപ്പായം മാറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് അശർ നിസ്കരിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ആ അശറും കൂടെ നിസ്കരിച്ച് അങ്ങ് മാറ്റും. ചിലർ ഭയങ്കര എക്സ്ട്രീം ലെവലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ 3:30 അശർ ബാങ്ക്, എന്നാൽ 3:23 25 നിസ്കാരം തുടങ്ങും. ഇവർ സലാം വീട്ടലും അശർ ബാങ്ക് കൊടുക്കലും ഒരുമിച്ചായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ലാഭമായി, സമയം നഷ്ടപ്പെടുന്നില്ല. അവർ അതിൻ്റെ കൂടെ എന്ത് നിസ്കരിക്കുന്നു? അശർ നിസ്കരിക്കുന്നു. ഒരു വെടിക്ക് 2 പക്ഷി.
അങ്ങനെ നിസ്കാരം കൊണ്ട് കാട്ടിക്കൂട്ടല്ലേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അറിയില്ലേ, അയ്യുൽ അഅ്മാലി അഫ്ളൽ, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്ന്, സമയത്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കുക. ഞാനതല്ല പറയുന്നത്, ഫർള് നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് ശേഷമുള്ള മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുക. മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് ഒരു സുന്നത്ത് നിസ്കാരത്തിന് എത്ര സമയം വേണ്ടത്? 2 റക്അത്ത് നിസ്കരിക്കാൻ 2 മിനിറ്റ് പോരെ, ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനേ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ അതിനർത്ഥം? അപ്പോൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുക. ആഴ്ചയിൽ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വതക്ക ചെയ്യുക. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഉള്ളത് കൊടുത്താൽ മതി. ഞാനിവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് പറയാറുണ്ട്, അവർ വെള്ളിയാഴ്ച പള്ളിയിൽ വളരെ നേരത്തെ തന്നെ പള്ളിയിലെത്തും. അപ്പോൾ അവരെ കയ്യിൽ ബാലൻസ് സേവിങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10 രൂപയോ 20 രൂപയൊക്കെ ആയിരിക്കും. ഞാൻ പറയും, നിങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച നിങ്ങളുടെ മുമ്പിലൂടെ ഒരു ബക്കറ്റോ മറ്റോ ഒക്കെ വരും, പാവങ്ങൾ സാധുക്കളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അള്ളാഹ് നൽകിയ സമ്പത്ത് 10 രൂപയാണെങ്കിൽ 10 രൂപയിൽ നിന്ന് 2 രൂപ അല്ലെങ്കിൽ 5 രൂപ ആ ബോക്സിൽ നിക്ഷേപിക്കാം. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും പ്രായമുള്ള ഉമ്മയോ ഉപ്പയോ ഒക്കെ എന്തെങ്കിലും രോഗങ്ങളോ മോളെ കല്യാണം പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടാവും. ഒരു 2 രൂപയോ ഒരു 5 രൂപയോ നിങ്ങൾക്കുള്ളതിൽ നിന്ന് നിങ്ങളൊന്ന് സ്വതക്ക ചെയ്യുക. ഒന്നും മനസ്സ് കരുതണ്ട, ആരും കാണാനെന്നൊന്നും വേണ്ട, ഉള്ളത് കൊടുക്കുക. അതവർക്ക് സന്തോഷമായിരിക്കും. കുറച്ചാണെന്ന് എഴുതി കൊടുക്കാതിരിക്കണ്ട, പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. ഇപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ വ്യാഴാഴ്ച രാത്രി ചോദിക്കും, ഉസ്താദേ ഒരു 10 രൂപ എന്തൊക്കെ ചില്ലറ തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉള്ളതിൽ നിന്ന് സ്വതക്ക ചെയ്യുന്ന രൂപ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ കൊടുത്താൽ വലിയ പ്രയാസമാവില്ലല്ലോ. ഒരു 50 രൂപയെങ്കിലും കൊടുക്കുക. അത് വലിയൊരു കാവലാണ് നമുക്ക്, മനസ്സിലായില്ലേ? അസ്വദഖത്തു റദ്ദുൽ ബലായാണ്. മറ്റൊന്നാണ് മറ്റുള്ളവൻ്റെ വേദന പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിലൂടെ നമ്മുടെ കാര്യങ്ങളിൽ സലാമത്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ, മറ്റുള്ളവരുടെ വേദന, എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന ഒരാളെ സംസാരം കൊണ്ടെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല മാറ്റം ഉണ്ടാവും അതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ സ്ട്രോങ് ആവും. അപ്പോൾ ആത്മീയമായിട്ട് നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടിയാൽ പിന്നെ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ, സിഹർ പോലെയുള്ളത് നമ്മിലേക്ക് അടുക്കില്ല. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ചുമരിലേക്ക് എന്ത് ഈ എറിഞ്ഞാലും അതിമ ഇങ്ങോട്ട് തട്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്കിട്ട് പോരൂലേ, ഇങ്ങോട്ട് തട്ടിങ്ങ് പോരൂലേ, അതേപോലെ ആയിരിക്കും നമ്മിലേക്ക് ആരെന്ത് ചെയ്താലും അതിങ്ങ് തട്ടി അവരിലേക്ക് തന്നെ അങ്ങ് പോയിക്കോളും. ആത്മീയമായിട്ട് സ്ട്രോങ് ആവുക. ഏറ്റവും ചെറിയ രൂപ പറഞ്ഞ് ആത്മീയമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ഇബാദത്തുകളിലും ദിക്റുകളിലും ദുആകളിലൊക്കെ നല്ല താല്പര്യമുള്ള കുറേ ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ നന്നായിട്ട് ദിക്റുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ദിവസം ചെയ്യേണ്ടുന്ന ഒരു റൊട്ടീനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാനതൊക്കെ ഉദ്ദേശിച്ചിട്ടൊരു PDF ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ സമയത്തിനനുസരിച്ച് ഞാനത് അയച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മൾ എവിടെയും പോയിട്ട് നമ്മുടെ അടുക്ക് ഇവിടെ നല്ല ആളുകൾ വരും, നല്ല തിരക്കും ഉണ്ടാവും. ആ സമയത്ത് പലരും പറയുന്ന വിഷയമാണ്, ഉസ്താദേ ഞങ്ങൾ അവിടെ പോയിട്ട് 2.5 ലക്ഷം രൂപ ചിലവാക്കി, ഒരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറയും. അങ്ങനെ എവിടെയും പോയിട്ട് ലക്ഷങ്ങൾ ചിലവഴിക്കരുത് എന്ന് പറയേ. ഇത് ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. പല ആളുകളും ഇവിടെ പല വിഷയങ്ങളും പറഞ്ഞു വരുമ്പോൾ ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അവരുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു സലാമത്ത് നൽകട്ടെ. നിങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.